മനോഹരമായ പുഴയോരത്ത് അശരണർക്കൊരു അഭയ കേന്ദ്രമാണ് വള്ളുവൻകടവ് ശ്രീമുത്തപ്പൻ മടപ്പുര. അഭീഷ്ടവരദായകനായ മുത്തപ്പൻ ഒരു വിളിക്ക് 100 കൂറ്റ് കേട്ട് ഭക്തജനങ്ങൾക്ക് ആശ്വാസമേകുന്നു. ജന്മജന്മാന്തര ദുരിതങ്ങൾ കൊണ്ട് ഹൃദയം തകർന്നെത്തുന്ന ഭക്തന്മാർക്ക് അലൗകികമായ ശാന്തിയുടെ കവാടം തുറന്ന് ഐശ്വര്യത്തിന്റെ പുതുലോകത്തെത്തിക്കുന്നു വള്ളുവൻകടവിലെ കാരുണ്യമൂർത്തിയായ ശ്രീമുത്തപ്പൻ എന്നത് അനുഭവ സാക്ഷ്യം. ധർമ്മത്തിന്റെയും നീതിയുടെയും കാവലാൽ കൂടിയാണ് വള്ളുവൻകടവിലെ ഭഗവാൻ. അഭീഷ്ടവരദായകനായ പൊന്മുത്തപ്പന്റെ മുന്നിൽ ഭേദചിന്തകൾ വെടിഞ്ഞ് നാനാജാതി മതസ്ഥരും അനുഭവസിദ്ധിയുടെ പട്ടോല നിരത്തിയെത്തുന്നു. മടപ്പുരയുടെ ഈശാന കോണിൽ വടക്ക് ദൃഷ്ടിയായുള്ള ദൈവം നിന്തിരുവടി ഗുളികൻ അനുഗ്രഹ നിഗ്രഹ ശക്തിയുള്ള മഹാദേവൻ തന്നെയാണ്. ശനിദോഷത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ആഭിചാര ദോഷം പോലെയുള്ള തടസ്സങ്ങൾക്കും പരിഹാരത്തിനായി ഗുളികന്റെ പൂജയും കലശവും ഉത്തമമായ വഴിപാടാണ്. ജോലി, കച്ചവടം, മറി തുടങ്ങിയ സ്തംഭനങ്ങൾക്കും ദൈവം നിന്തിരുവടി ഗുളികന്റെ പൂജ കൊണ്ട് മാറുന്നതായി നിരവധി ഭക്തർ അനുഭവം കൊണ്ട് അറിയിക്കുന്നു. കന്നിമൂലയിലെ സർപ്പക്കാവ് ഇന്ന് നാഗാരാധനയ്ക്ക് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു. ഉത്സവ നാളുകളിൽ 5-ാം ദിനം നാഗസ്ഥാനത്ത് പാമ്പുമ്മേക്കാട് തന്ത്രി ബ്രഹ്മശ്രീ വല്ലഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും 100 പാലും നിവേദ്യവും സർപ്പബലിയും നടന്നുവരുന്നു. ശ്രീമുത്തപ്പനെ പ്രത്യക്ഷത്തിൽ കണ്ട് പ്രതിഷ്ഠ നടത്തിയ കാരണവർ തികഞ്ഞ ഒരു ദേവീ ഭക്തനായിരുന്നു. ദേവിയുടെ പ്രത്യക്ഷാനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ പൊടിക്കളമാക്കി ആരാധന ആരംഭിച്ച കാലം മുതൽ കഴകപ്പുരയിൽ എടലാപുരത്ത് ചാമുണ്ടി എന്ന സാക്ഷാൽ ശ്രീഭഗവതിയെയും കുടിയിരുത്തി പൂജാവിധികൾ നിശ്ചയിച്ച് ആരാധന തുടങ്ങിയിരുന്നു. ഭക്തരുടെ രോഗത്തിനും കാര്യതടസ്സത്തിനും ഭഗവതിക്ക് കലശം വഴിപാട് സമർപ്പിച്ചാൽ പൂർണ്ണ പരിഹാരം ലഭിക്കുന്ന അനുഭവസ്ഥർ ആയിരക്കണക്കിനാണ് എന്നത് അനുഭവ സാക്ഷ്യം. സന്താനഭാഗ്യം, മംഗല്യയോഗം, ദാരിദ്ര്യ ദുഃഖശമനം, രോഗശാന്തി, ഗൃഹദോഷം, ജന്മാന്തരകൃത പാപമുക്തി തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങളുമായി എത്തുന്നവർക്ക് ഭഗവതിയമ്മയ്ക്ക് കലശം വഴിപാടുകൊണ്ട് പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ വള്ളുവൻകടവിലെ ഭഗവതിയുടെ മുന്നിലേക്ക് കേരളത്തിന് പുറത്തുള്ളവർ പോലും ധാരാളമായി എത്തുന്നു. ഭഗവതിയോടൊപ്പം കഴകപ്പുരയിൽ ഗുരുവിനെയും പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നു. വിദ്യാർത്ഥികൾക്ക് ഗുരുവിനെ വന്നു തൊഴുത് പ്രാർത്ഥിച്ചാൽ വിദ്യാതടസ്സം മാറുകയും ഉന്നത വിജയം ഉറപ്പാവുകയും ചെയ്യുന്നു. കൂടാതെ ജോലിക്കുള്ള വിഘ്നങ്ങൾ, കാര്യതടസ്സം എന്നിവയ്ക്കും ഗുരുപൂജാ പ്രാർത്ഥനകൾ ഉത്തമമാണ്. ആത്മജ്ഞാനികളായി എത്തുന്നവരും വള്ളുവൻകടവിലെ ഗുരുതത്വ വൈഭവത്തെ അത്ഭുതാദരവോടെ വണങ്ങുന്നു. മടപ്പുരയിലെ ഒരു വലിയ പ്രത്യേകതയാണ് കല്യാണ മണ്ഡപവും അതിനോട് ചേർന്നുള്ള ഭക്ഷണശാലയും. 100 കണക്കിന് വാഹനങ്ങൾക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇന്ന് കൂടുതൽ ആളുകളെ കല്യാണത്തിനും മറ്റ് പ്രോഗ്രാമുകൾക്കുമായി ആകർഷിക്കുന്നുണ്ട്. വാർഷിക മീറ്റിംഗുകൾ, സ്നേഹസംഗമങ്ങൾ, കലാപരിപാടികൾ ഇവയൊക്കെ നടത്താൻ പറ്റുന്ന ഈ സൗകര്യങ്ങൾക്ക് തുലോം കുറവായ വാടകയാണ് ഈടാക്കുന്നത്. കൂടാതെ പാവപ്പെട്ടവർക്ക് നല്ല പരിഗണനയും നൽകി വരുന്നുണ്ട്. ഒരേ സമയം 500-ലധികം പേർക്കിരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യവും പുഴയോരത്തെ ഫോട്ടോ സ്പോട്ടും മടപ്പുരയോട് ചേർന്നുള്ള ആയുർവേദശാല ജാതിമതങ്ങൾക്കതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസദായകമാണ്. ഉത്സവകാലങ്ങളിലും ആയുർവേദ അലോപ്പതി മെഡിക്കൽ ക്യാമ്പുകൾ ഉണ്ടാകാറുണ്ട് എന്നത് വള്ളുവൻകടവ് മടപ്പുരയെ വ്യത്യസ്തമാക്കുന്നു. മടപ്പുര നിർമ്മാണത്തിന് മുന്നേ നടത്തിയ സ്വർണപ്രശ്ന ചിന്തയിൽ വള്ളുവൻകടവ് പുഴയിൽ ജലോത്സവം നടക്കുമെന്നും നാനാദേശങ്ങളിൽ ഖ്യാതിയാവുന്ന വള്ളംകളിയിൽ പങ്കെടുക്കാൻ മറ്റ് ദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ പങ്കെടുക്കുമെന്നും പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി 10,000-കണക്കിന് കായിക പ്രേമികളെ ആകർഷിച്ചുകൊണ്ട് വള്ളംകളിയും മടപ്പുരയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയുണ്ടായി. ഇവിടെ ഭക്തിയും വിശ്വാസവും ആതുര സേവനവും കായിക വിനോദവും ഒത്തുചേരുന്നു.